വെച്ച് ഒരിക്കലും ഇന്ത്യൻ ടീമിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്, ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന മൂവിയാണ്. അത് വെച്ചിട്ട് ഒരിക്കലും ഈ ഫിലിമിനെ കമ്പയർ ചെയ്യുന്നത് ശരിയായിരിക്കുന്നില്ല. ലാഗിൽ അങ്ങനെ കണ്ടിരിക്കാം, പക്ഷേ വലിയൊരു എക്സ്പെക്ടേഷൻ ഇന്ത്യൻ 1-നായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. 28 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു സിനിമയാണ്. അപ്പോൾ ആ പ്ലോട്ട് ഇവർക്ക് മിസ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും പടം ഓക്കെയാണ്, പക്ഷേ ഗുഡ് അങ്ങനെയൊന്നും പറയാനില്ല. സിനിമ ഇന്ത്യൻ സിനിമയുടെ എല്ലാവരും കണ്ടതാണ് ഇന്ത്യൻ 1. അപ്പോൾ സേനാപതിയുടെ തിരിച്ചുവരവ് എന്നുള്ള രീതിക്ക് എല്ലാവരും വളരെയധികം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന പടമാണ്. ആ ഒരു പടത്തിൻ്റെ ആ ഒരു ജനറിനോട് പടം നീതി പുലർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഇന്ത്യൻ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന്. ആ ഒരു മൈൻഡ് സെറ്റിലൂടെ എല്ലാവരും പോകുന്നത്. അത് നല്ല രീതിക്ക് പുതിയൊരു കാലഘട്ടത്തിന് അനിവാര്യതയായിട്ട് കറപ്ഷനെതിരെയുള്ള ഫൈറ്റായിട്ട് സേനാപതി തിരിച്ചു വരുന്നു. ഇനി ഇന്ത്യൻ 3 എന്ന് പറഞ്ഞ പടവും വരുന്നു. അതിൻ്റെ ട്രെയിലറും കൂടി വരുന്നുണ്ട് പടത്തിൽ. ഫസ്റ്റ് ആണ് സെക്കൻഡ് ആണ് നന്നായിട്ട് തോന്നിയത്? അത് ആദ്യ ഭാഗമൊക്കെ ഇന്ത്യൻ ഫസ്റ്റില് അത് ഈ തിയേറ്ററിൽ തന്നെ വന്നാണ് നമ്മൾ വീട്ടുകാരുടെ ഫാമിലിയുടെ ഒക്കെ വന്ന് കണ്ടത്.